ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കൂലി പവർ ഹൗസ്. കൂലി 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 കുഴപ്പമില്ല. ഒരു ആവറേജ് സിനിമ, അത്രേ പറയാനുള്ളൂ. ഒരു ആവറേജ് സിനിമ. ഈ പ്രതീക്ഷ എന്ന് പറയുന്ന സംഗതി വലിയ തലവേദനയാവുന്നുണ്ട്. സീരിയസ്ലി മാൻ, വലിയ തലവേദനയത്, വലിയ പാരയത്. എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ എന്നാൽ പിന്നെ ഈ സിനിമ കുറച്ച് പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് കാണാൻ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന സംഗതി ഒന്നുമല്ലല്ലോ. ഓർഗാനിക്കായിട്ട് വരുന്ന പ്രതീക്ഷയും വിശ്വാസമാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ചിലത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ അയലത്ത് എത്തിയിട്ടുണ്ടാവില്ല ഈ പ്രതീക്ഷയ്ക്കൊത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സിനിമയും കൂടിയായി കൂലി. തല്ലിപ്പൊളി കട്ടക്കൂറ സിനിമ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ കൂറപ്പടം, നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒന്നുമല്ല. ബോറടിക്കുക അങ്ങനെ ഒന്നുമില്ല, ഒരു തവണയൊക്കെ കണ്ടിരിക്കാം. പക്ഷേ ലോകേഷ് കനകരാജ് സിനിമ, രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, സോബിൻ, അങ്ങനെ വലിയ വലിയ കാസ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പ്രതീക്ഷ അങ്ങനെ വാനോളം മുട്ടി നിൽക്കുകയാണല്ലോ. അങ്ങനെ അവിടെ മുട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക്, അവിടുന്ന് കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും പോയി നിൽക്കുകയാണല്ലോ. അപ്പോൾ പ്രതീക്ഷ ഒരു പരിധി വരെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശയാണ് സമ്മാനം എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരു ആവറേജ് ലെവലിൽ തോന്നാൻ കാരണം. ആക്ച്വലി ഇതിൻ്റെ റൈറ്റിങ്ങും പരിപാടികളൊക്കെ ലോകേഷ് പടല്ലേ. അപ്പോൾ അയാളുടെ, ഞാനൊരിക്കലും മറ്റ് സിനിമകൾ വെച്ചിട്ട് പുതിയ സിനിമകൾ കമ്പയർ ചെയ്യാറില്ല. ബട്ട് വർക്കാണ് ഞാൻ പറയുന്നത്, വേ ഓഫ് അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റിംഗ് കുറച്ച് വീക്കായ പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയത്. പെർഫോമൻസ് ഒക്കെ ഓഫ് കോഴ്സ് രജനീകാന്ത് നല്ല സ്റ്റൈലുണ്ട്. ഉപേന്ദ്ര പവറായിരുന്നു. ഉപേന്ദ്ര വന്ന സമയത്ത് ഉപേന്ദ്രയുടെ ഇൻട്രോ തന്നെ, അതിനുശേഷമുള്ള സീൻസും ആ മ്യൂസിക്കും ഒക്കെ അടിപൊളിയായിരുന്നു. അത് നാഗാർജുനയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൗബിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അഭിനയിച്ച ആൾക്കാരെല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു തെറ്റും പറയാനില്ല. അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ അത് ചെയ്തോളും. ബട്ട് ഈ അഭിനയിക്കുന്ന നമുക്കൊരു ഗുമ്മ് കിട്ടുക, പവർ കിട്ടുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു പവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ലോകേഷിൻ്റെ ഒക്കെ പടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, കൈതി, വിക്രമൊക്കെ ഇത് റേഞ്ചിൽ നിൽക്കുന്നതാണ്. അയാൾ തെളിയിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അയാളുടെ മരുന്ന് തീർന്നു ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും പറയത്തുമില്ല. മരുന്നൊന്നും തീർന്നില്ല, അയാളുടെ മരുന്നുണ്ട്, കഴിവുള്ള മനുഷ്യൻ തന്നെ. അപ്പം അങ്ങേര് അന്തർ റേഞ്ചിലെല്ലാം പണി വെച്ചിട്ട് ഇത് വളരെ ഓർഗാനിക്കായിട്ട് അയാളുടെ പിന്നെ വരുന്ന സിനിമകളിലൊക്കെ നമുക്ക് ഓർഗാനിക്കായിട്ട് വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവുകയാണ്. അപ്പോൾ ആലോചിക്കൊക്കെ വരുമ്പോൾ ഇത് ലോകേഷ് തന്നെയാണോ ചെയ്തത്, ചെറുതായിട്ട് ചെയ്ത്തിൻ്റെ ഒരു റേഞ്ച് കമ്മിയായിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ലെവലൊക്കെയാണ് എനിക്ക് ഇത് തോന്നിയത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സിമ്പിളി ലോകേഷിൻ്റെ പടങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഒരു ഇത് അത്ര ഫോളോ അപ്പ് ഒന്നും ചെയ്യാത്ത ആളുകളൊക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി പോണ സമയത്ത് ആ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഉള്ളതിനെക്കാട്ടിലും ഉപരി അടിപൊളിയായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സംഭവം സൂപ്പറായിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആക്ച്വലി തോന്നാൻ സാധ്യതയുണ്ട്. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകേഷ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ലോകേഷിൻ്റെ റേഞ്ച് നമുക്കറിയാം. നമ്മൾ മൂപ്പരുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്, മൂപ്പരുടെ ഒരു വർക്കിംഗ് രീതി നമുക്കറിയാം, മൂപ്പരുടെ റൈറ്റിങ്ങിൻ്റെ പവർ നമുക്ക് ആക്ച്വലി അറിയാം. അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇത്രയും വലിയൊരു പടം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അത് കുറച്ചൊന്ന് വീക്കാവുന്ന സമയത്ത് ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആ ഒരു ആസ്വാദനത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും പറയണു, കട്ടക്കൂറപ്പടം ബോറടി ഒന്നുമല്ല കേട്ടോ. സുഖമായിട്ട് ഒരു തവണയൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. പക്ഷെ എനിക്ക് വിഷമമായി, നിരാശയാണ് എനിക്ക് ഉണ്ടായത്. ബിക്കോസ് അമ്മാതിരി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ വന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടല്ലേ ഒന്നും പറയണ്ട. ലോകേഷ് പടമാണ്, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമുക്ക് ടീസർ ട്രെയിലർ ഒന്നും കാണണ്ട, ലോകേഷിൻ്റെ പടം എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈപ്പും ഉണ്ടാവും, എക്സ്പെക്ടേഷനും ആക്ച്വലി ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ലോകേഷിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അകത്താണ് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്, മറ്റേ ഇൻ്റർവെൽ സീനിൽ നമ്മൾ സീറ്റിലിരിക്കില്ല എന്ന്. ഞാൻ എണീക്കാൻ റെഡി ആയിട്ടാണ് ഇരുന്നത്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എണീക്കാൻ റെഡി ആയിട്ടാണ് ഇരുന്നത്. എണീച്ച് കൈയട്ടിക്കാൻ, ബഹളം വെക്കാനൊക്കെയാണ് ഞാൻ ഇരുന്നത്.
പക്ഷെ അങ്ങനെ ഇന്റർവെല്ലിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ലെവലായിട്ട് നല്ലതായിരുന്നു. ഇന്റർവെൽ സീൻ വാസ് നൈസ്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിയിൽ മേക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് സംഗതി, ഇല്ല പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവെൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലോകേഷ് പടങ്ങളിൽ വരുന്ന സാധനങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അത് പിന്നീടാണെങ്കിൽ സീറ്റിലിരിക്കില്ല എന്നും പറഞ്ഞ്, അപ്പോൾ എക്സ്പെക്ടേഷൻ ഈ ലെവലിലാണ് നിൽക്കണത്. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇന്റർവെല്ലും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നു, അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്നു എന്നുള്ള രീതിയിൽ ഇരുന്നു. രസമുണ്ട്, കാണാൻ രസമുണ്ട്, ഇന്റർവെൽ സീനൊക്കെ നന്നായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ അളവുക്ക് ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നു. ഈ ഫ്ലാഷ് ബാക്ക് സാധനങ്ങളൊക്കെ കാണിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിനൊക്കെ ആൾക്കാർ കയ്യടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ കയ്യടി പൊതുവേ കുറവായിരുന്നു കേട്ടോ. കാര്യം ആൾക്കാർ റെഡി ആയിട്ടാണ് കേട്ടോ, എല്ലാവരും ആഘോഷിക്കാൻ, കയ്യടിക്കാൻ, ഇപ്പടിക്കാൻ പറഞ്ഞിട്ട് റെഡി ആയിട്ടാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. ഉണ്ട്, ചില മൊമെന്റ്സ് ആക്ച്വലി ഉണ്ട്, കൈയടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രജനീകാന്ത് മൊമെന്റ്സും പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച അളവുക്ക് അങ്ങനെ ആ ലെവല് വാവ് എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പ് ഒന്നുമായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പോയ തിയേറ്ററിലുള്ള ഓഡിയൻസിനും ഇതേ അവസ്ഥ തന്നെ, എല്ലാ ആൾക്കാർക്കും എന്നെ പോലെ തന്നെയുള്ളൊരു സ്ഥിതിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇത്രേ പറയാനുള്ളൂ, എന്ത് പറയാനാണ്. പിന്നെ അമീർ ഖാൻ വരുന്നുണ്ട് ലാസ്റ്റ്. അമീർ ഖാന്റെ വരവൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു. അണ്ണാൻ ട്രൗസറൊക്കെ ഇട്ട് പട്ടിക്കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഹെലികോപ്റ്ററിൽ. വരവൊക്കെ രസമായിരുന്നു. അമീർ ഖാനാണല്ലോ, നമുക്കറിയാം, അയാളെ നമുക്ക് ഇഷ്ടമാണ്, നല്ല അഭിനേതാവാണ്. പക്ഷെ അയാൾ വന്നത് എന്തോ വെറുതെ വന്നു എന്നുള്ളൊരു ലെവലിലായി. ചെയ്ത് നന്നായിട്ട് ചെയ്തു പുള്ളി, ഓക്കെ. വന്ന് പുള്ളി മൂപ്പർക്ക് ചെയ്യേണ്ട പരിപാടികളൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമീർ ഖാനല്ലേ ലോകേഷിന്റെ പടത്തിൽ വന്നിരിക്കണം, അമീർ ഖാനല്ലേ. അപ്പോ പവർ കമ്മിതാ, അതാണ്, പവർ കമ്മിയാണ് മൊത്തത്തില്. എല്ലാവരും ഉണ്ടോ ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ എല്ലാവരും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലോകേഷിന്റെ പടത്തിന് സാധാരണ ഉണ്ടാവുന്നൊരു കാര്യമുണ്ട്, റൈറ്റിങ്ങിന്റെ പവർ, കഥാപാത്രത്തിന് ഉണ്ടാവുന്ന പവർ, സാഹചര്യങ്ങൾക്ക് ഉണ്ടാവുന്നൊരു പവർ ഉണ്ട് അല്ലേ, സിറ്റുവേഷൻസ് ഉണ്ടാവുന്നൊരു പവർ ഉണ്ട്. இந்த பவர் எல்லாமே வந்து இந்த படத்துக்கு கம்மி தான். அப்போ இந்த സാധനങ്ങളെല്ലാം കമ്മിയാകുമ്പോൾ മൊത്തത്തിൽ കഥാപാത്രങ്ങളുടെ പവർ വന്ന് കമ്മിയായിടും എന്നുള്ളത് റിയാലിറ്റി. ശ്രുതി ഹാസൻ ഉണ്ട്. ശ്രുതി ഹാസൻ പറഞ്ഞല്ലോ, ഒരു ഉറപ്പിക്കുക അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് അവർക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. സൗബിൻ എന്താ പെർഫോമൻസ്, സൗബിൻ പൊളിയായിട്ടുണ്ട്. എല്ലാവരുടെ മാക്സിമം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ആരും മോശമായി എന്നൊന്നുമല്ല, അയാൾ സിനിമ എടുത്തു വെച്ചിരിക്കുന്നു, ഒന്നും മോശമായി പറയുന്നില്ല. മേക്കിംഗ് കൊള്ളാം, എല്ലാം കൊള്ളാം, അഭിനേതാക്കൾ കൊള്ളാം, മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്, പെട്ടയായിരുന്നു, അനിരുദ്ധ് പടപടച്ചിട്ടുണ്ട്, ഒക്കെ ഉഷാറായിട്ടുണ്ട്, ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത്. പക്ഷെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിൽ പവർ കമ്മിയായതുകൊണ്ട് തന്നെ, വീക്കായതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്താ സംഭവിക്കണമെന്നുള്ളത് എനിക്കറിയില്ലടോ. എത്ര പടങ്ങളായി ഇങ്ങനെ വലിയ രീതിയിൽ വന്നിട്ട് ഒരു ആവറേജിൽ പോയി ലാൻഡ് ചെയ്യുന്നു. എന്താ പറ്റുന്നതെന്ന് അറിയുന്നില്ല, ആവറേജിൽ പോയിട്ട് ലാൻഡ് ചെയ്യും. ഇനിയിപ്പോൾ കൈദിട്ടു ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അത് ഗംഭീര, കാരണം കൈദിയൊക്കെ ഏത് അളവൊക്കെ ചെയ്തു വെച്ചാന്നുള്ളത് നമുക്കറിയാം. 2 ഒക്കെ വരുന്ന സമയത്ത് കൂടുതലും പറയുന്നില്ല, ഗംഭീര ആവട്ടെ. റോളക്സ് വരാനുണ്ട്, എഴുത്തിലാണ്. ലോകേഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. ലോകേഷിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹെവി എഴുത്തും പരിപാടികളൊക്കെയാണ്. അപ്പോൾ എഴുത്ത് തന്നെ വീക്കാവുന്ന സമയത്ത് ഒരു ദുഃഖം ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ലിയോ, എൻ്റെ റിവ്യൂ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സിനിമയത്, ഗംഭീര സിനിമ എന്ന് തന്നെയാണ് ഞാൻ ലിയോനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നത്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു, പക്ക ലോകേഷ് മേക്കിംഗ്, ലോകേഷിൻ്റെ പരിപാടികളാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സെക്കൻഡ് ഹാഫ് ശരിയാണ്, വീക്കായി, ഒരു പഴയ വിജയനെ തന്നെ കണ്ടു എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ലോകേഷിൻ്റെ ഒരു മേക്കിങ്ങും പരിപാടികളും ഒക്കെ കൊണ്ട് സെക്കൻഡ് ഹാഫും എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ലിയോ ഓവറോൾ ഗംഭീരം എന്ന് ഞാൻ പറയാൻ കാരണം.
ബട്ട് കൂലിയിലേക്ക് വരുന്ന സമയത്ത് ലിയോനെ കുറിച്ച് പറഞ്ഞ പോലൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായ? ലിയോനെ കുറിച്ച് കിട്ടിയ ഒരു ഫീൽ എനിക്ക് കൂലിയിലേക്ക് കിട്ടിയിട്ടില്ല. നോട്ട് ഈവൻ കമ്പയറിങ് ലിയോ വിത്ത് കൂലി, ബട്ട് സ്റ്റിൽ ലോകേഷ് മൂവി ഹേന. സോ ഞാൻ ആ ലെവലിൽ പറഞ്ഞതാണ്, ആ ലെവലിലുള്ള കമ്പാരിസൺ നടത്തി പറഞ്ഞതാണ്, ആ റേഞ്ചിനെ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്, സിനിമേനെ കഥേനെ അല്ല, ലൊക്കേഷൻ്റെ റേഞ്ച് വെച്ച് കമ്പയർ ചെയ്താണ്. ലിയോ ഫാർ 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 ഹെവി കമ്പയറിങ് ടു കൂലി. പിന്നെ ഇതിൻ്റെ അകത്ത് ചില സീനുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ഡ്രാമ പോലെ. അപ്പോൾ അതൊക്കെ ലോകേഷ് തന്നെയാണോ എന്ന് തോന്നിപ്പോകും, ലോകേഷ് ചെയ്തതാണോ എന്നുള്ള ഒരു ലെവലിൽ തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, വീക്ക് സ്ക്രിപ്റ്റ്. അപ്പം നിങ്ങൾ പോയി കാണും. ഞാൻ പറഞ്ഞു, കട്ടക്കൂറ പട്ടിത്തിട്ട പടമൊന്നുമില്ല, വൺ ടൈം വാച്ചബിളാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കായിട്ട് വല്ലാത്തൊരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിപ്പോയി ലോകേഷ് പടം ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായ ആസ്വാദനത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. സോ നിങ്ങൾ ഭയങ്കരമായ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് പോകണ്ട എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടീസറും കോപ്പൊന്നും കണ്ടിട്ടൊന്നുമല്ല എനിക്ക് പ്രതീക്ഷ ഉണ്ടായത്. എനിക്ക് ലോകേഷിൻ്റെ പടം എന്നുള്ളത് ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പ്രതീക്ഷ ഉണ്ടായത്. ശരി.